ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. ഇത് ശരിക്കും കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റണം കേട്ടോ. എന്നാലും ഞാനിതിന് സൈഡായിട്ടൊരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാനാണ് ആദ്യം നമുക്ക് 2 ഗ്ലാസ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രൈഡ് റൈസിന് എപ്പോഴും ബസ്മതി അരിയല്ലേ, ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ നീളമുള്ള അരി തന്നെയാണ് വാങ്ങാറില്ലേ. അപ്പോൾ നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകി വാരി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം കുറച്ച് തിളപ്പിക്കാനും വെക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ഈ കഴുകി വാരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി ഒരുപാട് വെന്ത് പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അരി ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ എടുക്കണം. അപ്പോൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ അരി തീരെ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല വെതറി തന്നെ കിടന്നോളും. കണ്ടോ, ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അരി പൊട്ടി വരുമല്ലോ ചോറ്. അപ്പോൾ ആ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കാം. ഇത്രയും വെന്താൽ മതി. നമ്മൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3 എഗ്ഗ് നമ്മൾ നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട്. എപ്പോഴും നമ്മൾ പരന്നൊരു ചട്ടിയിൽ എടുക്കുന്നത് അങ്ങനെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ കണക്കാക്കി വെളുത്തുള്ളി ഇട്ടൊന്ന് ഒരിച്ചെടുക്കാം. വെളുത്തുള്ളി എപ്പോഴും ഈ ചൈനീസ് ഫുഡിന് എപ്പോഴും നമ്മൾ ചേർക്കാറുണ്ടല്ലോ. അതിനപ്പോൾ അതിന് ശേഷം നമുക്ക് എരിഞ്ഞിച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ, സവോള, ഒരു പച്ചമുളക് എല്ലാം കൂടി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇതിലേക്ക് സെലറിയും സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർക്കുന്നത് കൂടുതൽ നല്ലതാണ്. സെലറി സ്പ്രിംഗ് ഒനിയനൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. ഈ ഫ്രൈഡ് റൈസിന് ഫ്ലേവർ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. ഇതിലേക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ 2 ടീസ്പൂൺ കണക്കാക്കി ഗ്രീൻ പീസ്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് അത് ഇട്ട് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ജസ്റ്റ് എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ ആ ഒരു വേവ് കണക്കാക്കി എടുത്താൽ മതി, ഒരുപാട് വെന്ത് പോകും. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകാണ് അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസ് ഒഴിച്ചിട്ട് നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ചാണ് ഇതൊക്കെ ഒഴിക്കുന്നത്. എനിക്ക് ഈ ഒരു അളവിലാണ്, അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒരുവിധം അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്നും വെന്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് നമുക്ക് ഈ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് കണ്ടോ, നമ്മൾ പകുതി വേവിലാണ് ഈ ചോറ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം ചോറ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പരന്ന പാത്രത്തിലാണ് എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസ് ഇളക്കി എടുക്കാൻ വേണ്ടിയത്. ഓയിൽ ചേർത്തത് കൂടാതെ അല്പം ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. എന്തായാലും ഈ ചോറ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ പകുതി വേവായിട്ട് വറുത്തെടുത്താലോ ഇതുപോലെ പൊടിയാതെ കിട്ടുള്ളൂ. ഇപ്പോൾ ചോറ് വെന്ത് പോയാൽ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ ചോറൊന്ന് വറുത്തെടുക്കണം, ഡ്രൈ ആയിട്ടിരിക്കും. ഇത് കണ്ടോ, ഇത് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാം വെള്ളം വറ്റിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഈ ലാസ്റ്റ് ഈ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇത് സെർവ് ചെയ്യണം. ശരിക്കും ഇത് കറികളൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാൻ. ജസ്റ്റ് ഒരു ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം. കാരണം ഇതിലേക്ക് വെജിറ്റബിൾസും കുരുമുളക് പൊടിയൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കഴിക്കാൻ നല്ല രുചിയായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ എഗ്ഗ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ഇടണ്ട. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉപയോഗിക്കാം. ശരിക്കും ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ടേസ്റ്റ് കൂട്ടാൻ അജിനോമോട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതേ രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്